ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറുമായ റഷീദ് സാഹിബ്, എനിക്ക് മുമ്പ് ഈ യോഗത്തിൽ മഹത്തായ ഈ ഒത്തുചേരലിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത വർക്കല ശിവഗിരി മഠത്തിൻ്റെ പ്രതിനിധി സ്വാമി മനോഹരൻ, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഡയറക്ടർ ഫാദർ സുനിൽ മാത്യു, വേദിയിലുള്ള അബൂബക്കർ മാസ്റ്റർ, ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ വളരെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് നാം എല്ലാവരും ഇപ്പോൾ ഉള്ളത്. ലോകവ്യാപകമായി ഇസ്ലാമിക സമൂഹം പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ സ്വഭാവത്തിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ വളരെ അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണം വെച്ചുകൊണ്ടാണെങ്കിൽ ജന്മദിന ആഘോഷം എന്ന് പറയുന്നത് ഒന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ല. ജനിച്ച ദിവസമോ മരിച്ച ദിവസമോ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. മറിച്ച് അവൻ ജീവിതത്തിൽ നിർണായകമായ കർമ്മം അനുഷ്ഠിച്ച ദിനം ഏത് എന്നതിനാണ് പ്രസക്തി. അതുകൊണ്ട് കർമ്മദിനത്തിനാണ് പ്രസക്തി, ജന്മദിനത്തിനോ മരണദിനത്തിനോ അല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഇസ്ലാമികമായ ഈ വർഷം നമ്മൾ ഗണിക്കുന്നത് ഹിജ്റ എന്ന ഒരു പ്രത്യേകമായ കലണ്ടർ സംവിധാനമുണ്ട്. ചന്ദ്രവർഷം കണക്കാക്കുന്നത് ഹിജ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ ജീവിതത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട തലക്കെട്ട് എന്ന് പറയുന്ന മുഹമ്മദ് നബി മാനവികതയുടെ വിമോചകൻ. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൻ്റെ വിമോചനത്തിൽ അദ്ദേഹം നിർവഹിച്ച അതിമഹത്തായ ഒരു സംരംഭം, ഒരു യാത്ര, താൻ ജനിച്ചു വീണ മക്കയിൽ നിന്നും തൻ്റെ കർമ്മമണ്ഡലമായി ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുത്ത മദീനയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര. ഈ യാത്രയാണ് ഇസ്ലാമിൽ ഹിജ്റ, പലായനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പ്രവാചകന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉത്തരാധികാരിയായി വന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഒരു ഇസ്ലാമികമായ കലണ്ടർ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഉള്ളത് റോമൻ കലണ്ടറാണ്. ഒരു ഇസ്ലാമിക് കലണ്ടർ നമുക്ക് ആവശ്യമുണ്ട്. അതിന് ഏത് സംഭവമാണ്, എന്താണ് അതിന് തുടക്കം കുറിക്കുവാനാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഒരുപക്ഷെ വളരെ പെട്ടെന്ന് ആളുകൾക്ക് തോന്നിയേക്കാം പ്രവാചകന്റെ ജന്മദിനം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ പ്രവാചകന്റെ മരണദിനം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിർണായകമായ ഏതെങ്കിലും ഒരു സന്ദർഭം തിരഞ്ഞെടുക്കാം എന്ന് പലരും ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. പലരും പല അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. 23 വർഷത്തെ പ്രവാചകന്റെ ജീവിതം, ഏതാണ്ട് 12 വർഷം അദ്ദേഹം ജനിച്ച നാടായ മക്കയിലും 10 വർഷം അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായ ജന്മഭൂമിയും അദ്ദേഹത്തിന്റെ കർമ്മഭൂമി, മക്കയെ അദ്ദേഹത്തിന്റെ ജന്മഭൂമി എന്ന് വിശേഷിപ്പിക്കാം, മദീനയെ അദ്ദേഹത്തിന്റെ കർമ്മഭൂമി. മക്കയിൽ അദ്ദേഹം കർമ്മം നിർവഹിച്ചില്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ മക്കയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രബോധനപരമായ ദൗത്യമല്ലാതെ അദ്ദേഹത്തിന്റെ വിമോചനപരമായ ദൗത്യം നിർവഹിക്കുവാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. പ്രവാചകന് ഈ 2 ദൗത്യമുണ്ട്. ഒന്ന് പ്രബോധനപരമായ ദൗത്യം, മറ്റൊന്ന് വിമോചനപരമായ ദൗത്യം. അതിൽ വിമോചനപരമായ ദൗത്യത്തെ പറ്റിയാണ് ഇവിടെ പരാമർശം. അപ്പോൾ അതുകൊണ്ടാണ് പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ ജന്മഭൂമി എന്ന് പറയാറുണ്ട്. ഈ 12 വർഷം അദ്ദേഹത്തിന് തൻ്റെ ആദർശങ്ങൾ ജനങ്ങളോട് പറയുവാൻ പോലുമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല എന്നതാണ്. പ്രബോധനപരമായ സ്വാതന്ത്ര്യം പോലും അദ്ദേഹത്തിന് അവിടെയുള്ള അദ്ദേഹത്തിന്റെ നേരത്തെ ഇവിടെ സ്വാമി സൂചിപ്പിച്ച ഖുറൈശി അദ്ദേഹത്തിന്റെ ജന്മഗോത്രമാണ് ഖുറൈശി. മക്കയിലെ ഏറ്റവും പ്രബലമായ
ഏറ്റവും ആഠ്യ ഗോത്രമായിരുന്നു ഖുറൈശികൾ. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അന്നും ഇന്നും അറബികളെ സംബന്ധിച്ചിടത്തോളം, അതിന് മുമ്പുള്ള കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം, അതിന് ശേഷമുള്ള കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമായ കഅബയുടെ താക്കോൽ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ സൂക്ഷിച്ചിരുന്നത് ഈ ഖുറൈശി ഗോത്രത്തിന്റെ കയ്യിലായിരുന്നു. കഅബയുടെ താക്കോൽ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആധ്യാത്മികമായ കേന്ദ്രം. ഈ ആധ്യാത്മികമായ കേന്ദ്രത്തിന് താക്കോൽ സൂക്ഷിക്കുക എന്ന ചുമതല, ആ അവകാശം അവർക്ക് ലഭിക്കുവാൻ കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഒരു ആഠ്യ ഗോത്രമായിരുന്നു ഈ ഖുറൈശികൾ. അപ്പോൾ ഇവരുടെ സർവാധിപത്യം നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് മക്ക. അതുകൊണ്ട് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രബോധനപരമായ ദൗത്യം പോലും പൂർണ്ണ സ്വഭാവത്തിൽ, സ്വതന്ത്രമായ സ്വഭാവത്തിൽ നിർവഹിക്കുവാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുകയും ആ മാർഗത്തിൽ അദ്ദേഹവും അനുയായികളും ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ജന്മഭൂമിയായ ഈ പ്രബോധന ഭൂമിയായ ഈ മക്ക എന്ന് പറയുന്നത്. അവിടെ നിന്നുമാണ് അദ്ദേഹം തന്നെ യഥാർത്ഥ കർമ്മഭൂമിയായ മദീനയിലേക്കുള്ള യാത്ര. മദീനയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയുടെ ഒരു വിമോചനം എന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ കർമ്മം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ധീരോദാത്തമായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നന്നായി വേദിയായി അദ്ദേഹത്തിന് ലഭിച്ച അവസരം എന്ന് പറയുന്ന മദീന. വാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഏകനായ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ ചരാചരങ്ങളും ഏകനായ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു മൗലികമായ ദൗത്യം എന്ത് എന്ന് ചോദിച്ചാൽ, എന്തിനാണ് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത്? എന്തിനാണ് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത്? നമ്മൾ വളരെ പഴയ കാലഘട്ടത്തിൽ നമ്മൾ റേഡിയോയിലൊക്കെ കേട്ടിട്ടുള്ള ഒരു സിനിമാ ഗാനമുണ്ട്. മനുഷ്യൻ സൃഷ്ടിച്ച ആരാണ്? ദൈവമാണ്, അതല്ല ചെറുത്താരാണ്. ഗായകൻ അല്ലെങ്കിൽ രചയിതാവ് ചോദിക്കുകയാണ്, മനുഷ്യൻ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോട് ചോദ്യം, ഈശ്വരനോട് ചോദിക്കാൻ, എന്തിനാണ് ഞങ്ങളെ ഈ ദുഃഖത്തിന്റെ ഈ കടലിലേക്ക് ഞങ്ങളെ വലിച്ചെറിഞ്ഞത്? എന്തിനാണ് ദുഃഖത്തിന്റെ ഈ കടലിലേക്ക് ഞങ്ങൾ എന്തിനാണ് വലിച്ചെറിഞ്ഞത്? ഇത് ഞങ്ങൾ ഈശ്വരനോട് ചോദിക്കുവാനുള്ള ചോദ്യമാണ്. ഇനി മനുഷ്യനെ സൃഷ്ടിച്ച് ചെറുത്താനാണെങ്കിൽ ചെറുത്താനോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, സ്വർഗത്തിൽ നിന്നും കനിനീക്കി ഞങ്ങളെ എന്തിനീ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു? ആ പഴം തീറ്റിച്ചുകൊണ്ട്, സ്വർഗത്തിലെ ഒരു പഴം തിന്നുക എന്ന് പറയുന്ന കാഴ്ചപ്പാട് പക്ഷേ സ്വാമിയും കേട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജൂത ഇസ്ലാമിക ക്രൈസ്തവ പാരമ്പര്യത്തിൽ സർവ്വസ്വീകാര്യമായി അംഗീകരിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യചരിത്രാതീതമായ ഒരു സംഭവം. ഇസ്ലാമിക കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എന്തിനാണ് അവിടെ കനി തീറ്റിച്ച് ഞങ്ങളെ ഈ ദുരിതക്കടലിലേക്ക്, മനുഷ്യ ജീവിതമാകുന്ന ഈ ദുരിതക്കടലിലേക്ക് ഞങ്ങൾ എന്തിനാണ് അയച്ചത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ചില ദാർശനികന്മാരുടെ ലോകത്തെപ്പറ്റി, ജീവിതത്തെപ്പറ്റി പറഞ്ഞത്, ജീവിതം എന്ന് പറയും നരത്വം നിന്യമല്ലോ എന്നൊക്കെ പാടിയ കവികൾ കേരളത്തിൽ തന്നെ ഉണ്ടായി. ഈ നരത്വം നിന്യമല്ല. അപ്പൊ നരത്വം എന്ന് പറയുന്നത്, ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് മഹത്തരമാണോ അതല്ല നിന്യമാണോ? വിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികൾ ഈ ലോകത്തിലെ ഏറ്റവും ആദരണീയരാണ്. ഈ പ്രപഞ്ചത്തിലെ ബാക്കി എല്ലാ വസ്തുക്കളെയും അവർക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും അവർക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവർ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടികളും സമസ്ത ചരാചരങ്ങളും യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനേക്കാൾ വലുത ലോകത്തെ ഈശ്വരന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മനുഷ്യന്റെ താഴെയാണ്. ബാക്കി എല്ലാറ്റിനെയും നിയന്ത്രിക്കുവാൻ മനുഷ്യന് കഴിയും. ഇനി പ്രപഞ്ചത്തെ മുഴുവനും, പ്രപഞ്ചത്തിലെ സമസ്ത സംവിധാനങ്ങളെയും മനുഷ്യൻ യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് ഈ ശാസ്ത്രത്തിന്റെ അത്ഭുതകരമായ വിസ്മയാവഹമായ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഉത്കൃഷ്ടമായ സൃഷ്ടി യഥാർത്ഥത്തിൽ മാലാഖമാർ പോലുമല്ല, മനുഷ്യന്മാരാണ്. നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം മാലാഖമാരാണ് എന്ന്. മാലാഖമാർ പോലുമല്ല, മനുഷ്യന്മാരാണ്. കാരണം മാലാഖമാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധന്മാരായി സൃഷ്ടിക്കപ്പെട്ട് തെറ്റ് ചെയ്യുവാൻ ഒരു കഴിവും നൽകപ്പെടാത്ത ഒരു വിഭാഗം. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇച്ഛാസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, കർമ്മസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ചിന്താ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. വിവേചന ബുദ്ധി എന്ന് പറയുന്നത്, വിവേചന ബുദ്ധി, ഈ വിവേചന ബുദ്ധി എന്ന് പറയുന്നത് ആവശ്യവും അനാവശ്യവും തിരിച്ചറിയുവാൻ മാത്രമല്ല, നന്മയും തിന്മയും തിരിച്ചറിയുവാനും.
ബാക്കിയുള്ള ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും നൽകപ്പെട്ടിരിക്കുന്നത് ബുദ്ധി, കേവല ബുദ്ധിയാണ്. അത് അവരുടെ ആവശ്യം അനാവശ്യം തിരിച്ചറിയുക എന്നത് മാത്രമാണ്. ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കഴിക്കാൻ പറ്റിയ പുല്ല് ഏത്, തനിക്ക് കഴിക്കാൻ പറ്റാത്ത വസ്തു ഏത് എന്ന് തിരിച്ചറിയുക എന്നതല്ലാതെ ഈ പുല്ലുകളിൽ ഏത് പുല്ലാണ് നിയമപരമായി തനിക്ക് കഴിക്കാൻ അർഹതയുള്ളത് എന്ന ചിന്ത ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് തന്റെ മുമ്പിൽ കാണുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ഇത് തനിക്ക് എന്റെ വിശപ്പ് മാറ്റാൻ പര്യാപ്തമാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയാവുകയില്ല. തന്റെ വിശപ്പ് മാറ്റുന്നതിന് ഉപയോഗിക്കുവാൻ നിയമപരമായും ധാർമ്മികമായും തനിക്ക് അർഹതപ്പെട്ടതാണോ എന്ന് ചിന്തിക്കുവാനുള്ള ബാധ്യതയും കൂടി ലോകത്തുള്ളത് മനുഷ്യർക്ക് മതി. ചിന്ത മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. അവൻ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ബുദ്ധിയാണ് വിശേഷ ബുദ്ധി. ആവശ്യവും അനാവശ്യവും മാത്രം തിരിച്ചറിയുവാനുള്ള ബുദ്ധിയാണ് കേവല ബുദ്ധി. അതുകൊണ്ടാണ് കേവല ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള ഒരു വിശേഷ ബുദ്ധി നൽകപ്പെട്ടവനാണ് മനുഷ്യൻ. ഈ വിശേഷ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യൻ നന്മ തിന്മകൾ തിരിച്ചറിയുന്നതും ഈ കേവല ബുദ്ധി മാത്രം നൽകപ്പെട്ട ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സംവിധാനങ്ങളെയും അവൻ നിയന്ത്രിക്കുന്നതും. അങ്ങനെയുള്ള ഉത്കൃഷ്ടനായ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്പുരാൻ കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതന്മാർ. ആ മനുഷ്യവർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാർ പ്രവാചകന്മാർ. ലോകത്തിൽ ആരൊക്കെയാണ് പ്രവാചകന്മാർ? വളരെ കൃത്യമായി ലോകത്ത് കടന്നു വന്നിട്ടുള്ള ആദം മുതൽ ഈ കാലഘട്ടം വരെ കടന്നു വന്നിട്ടുള്ള മനുഷ്യന്മാരിൽ വളരെ കൃത്യമായി ഇന്ന ആളുകൾ മാത്രമാണ് പ്രവാചകന്മാർ എന്ന് നമുക്ക് ശഠിക്കുവാനോ ശാഠ്യം വെച്ച് പുലർത്തുവാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന്മാരുടെ കാര്യത്തിൽ വളരെ വിശാലമായ സമീപനം, വളരെ വളരെ വിശാലമായ സമീപനം. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരിൽ നിങ്ങൾക്ക് യാതൊരുവിധ വിവേചനവുമില്ല. അവരിൽ പറയപ്പെട്ട പ്രവാചകന്മാരുമുണ്ട്, പറയപ്പെടാത്ത പ്രവാചകന്മാരുമുണ്ട്. പറയപ്പെട്ടവരും പറയപ്പെടാത്തവരുമായ എല്ലാ പ്രവാചകന്മാരിലും വേദഗ്രന്ഥത്തിൽ 25 പേര് മാത്രമേ പറയപ്പെട്ടിട്ടുള്ളൂ. 1,00,000-ൽ പരം പ്രവാചകന്മാരുണ്ട് എന്ന് സർവ്വവ്യാപകമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, എല്ലാ ജനതയിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്രദേശങ്ങളിലേക്കും എല്ലാ ജനതയിലേക്കും ചരിത്രത്തിന്റെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ മനുഷ്യരാശിയോടുള്ള സൃഷ്ടിജാലങ്ങളിൽ ശ്രേഷ്ഠനായ മനുഷ്യരോടുള്ള ദൈവം തമ്പുരാന്റെ കാരുണ്യത്തിന്റെ പ്രതീകം പ്രവാചകൻ മുഹമ്മദ് നബി വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് റഹ്മത്ത് എന്നാണ്. കാരുണ്യം, കാരുണ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മനുഷ്യന്റെ കാരുണ്യമാണ് പ്രവാചകന്മാർ. മനുഷ്യനോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യവർഗത്തിലേക്ക് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഈ പല പ്രവാചകന്മാരും പല മതത്തിന്റെയും സ്ഥാപകന്മാരായിട്ടും പല മതത്തിന്റെയും വ്യത്യസ്തമായ മതങ്ങളുടെ ഋഷിമാരായിട്ടും മുനിമാരുമായിട്ടും ഒക്കെയാണ് ലോകത്തറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും ഒരേ പാരമ്പര്യത്തിൽ കടന്നു വന്നവരാണ് എന്ന വിശാലമായ ചിന്ത എന്ന് എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നുവോ അന്നേ നമുക്ക് ലോകത്ത് എല്ലാവരെയും ആദരിക്കുവാനും സ്നേഹിക്കുവാനും കഴിയും. എല്ലാവരെയും ആദരിക്കാൻ നമുക്ക് കഴിയണം, എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ഒരു വ്യക്തിയുടെ വിശ്വാസ പ്രമാണമോ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമോ അദ്ദേഹത്തിന്റെ നിലപാടുകളോ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ലെങ്കിൽ പോലും അത്രയും ഉയർന്ന നിലപാടുള്ള വ്യക്തിയെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. അറിവിനെ ബഹുമാനിക്കുക, മഹത്വത്തെ ബഹുമാനിക്കുക, ഇത് ബഹുമാനിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ബഹുമാനം വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ സദസ്സിൽ വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട 2 പ്രമുഖന്മാരായ പണ്ഡിതന്മാരെ വിളിച്ചിരുത്തിക്കൊണ്ട് അവരോടും കൂടിയുള്ള ബഹുമാനം എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കുന്നുവോ അപ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ പണ്ഡിതന്മാരുള്ള ബഹുമാനത്തിൽ അർത്ഥമുള്ളൂ. ഈ ഒരു മഹത്തായ ഒരു സന്ദേശമാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത്തെ ഈ സ്ഥാപനത്തിലെ ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ പറയുന്നതും കേൾക്കുന്നതുമാണ് നിങ്ങളുടെ മനസ്സിൽ ഈ വേദി എന്ന് പറയുന്നത് ഈ ഭാരതത്തിന്റെ കേരളത്തിന്റെ ബഹുസ്വരതയുടെ വലിയ ഒരു പ്രകടനാത്മകമായ ഒരു രൂപമാണ്. ബഹുസ്വരത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ്. ഈ വൈവിധ്യങ്ങൾ അതിനെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും കഴിയുക. അവർ ലോകത്ത് കടന്നു വന്നിരിക്കുന്ന മുഴുവൻ പ്രവാചകന്മാരെയും അംഗീകരിച്ചുകൊണ്ട് ലോകത്തേക്ക് വന്നിട്ടുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും ദൈവിക ഗ്രന്ഥങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് ഇതൊക്കെ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിമോചനത്തിന് വേണ്ടി കടന്നു വന്നതാണ്. ദൈവം തമ്പുരാൻ എന്തിനാണ് പ്രവാചകന്മാരെ അയച്ചത്? ഈ ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും ജീവിതത്തിലുടനീളം ദൈവം തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ നാമം ധരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ആത്മനിർവൃതി അണിയുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ അയച്ചത്. ലോക പ്രശസ്തനായ ഒരു ദാർശനികൻ മനുഷ്യരെ പറ്റി ഒരു ചെറിയ രസകരമായ മനുഷ്യർ ഒരു വലിയ മുതലാളി തന്റെ വീട്ടിലൊരു സേവകനെ നിശ്ചയിച്ചു. സേവകൻ രാവിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
പക്ഷെ ഈ മനുഷ്യൻ അതൊന്നും കേൾക്കാതെ ഈ മുതലാളിയെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാർക്കറ്റിലേക്ക് പോകുന്നതൊന്നും പോകുന്നില്ല. മുതലാളി മഹാനാണ്, മുതലാളി നല്ലവനാണ്, മുതലാളി പുണ്യാളനാണ്, മുതലാളി വിശുദ്ധനാണ്. തെങ്ങിന് വളമിടാൻ പറഞ്ഞു, അതിന് പോകുന്നില്ല. മുതലാളി പുണ്യാളനാണ്, മുതലാളി വിശുദ്ധനാണ്, മുതലാളി നല്ലവനാണ്. ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ ഇവൻ നല്ല വൃത്തിയനാണോ അതല്ല ഇവൻ ഒരു മടിയനും അലസനുമായ മനുഷ്യനാണോ? ഇതെന്തിനാണ് ഒന്നിച്ചത് എന്ന് ചോദിച്ചാൽ, പ്രവാചകന്മാരോട് മനുഷ്യവർഗത്തോട് മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടി പടവരുത്തുവാൻ ദൈവം തമ്പുരാൻ ആവശ്യപ്പെടുമ്പോൾ ആ ദൗത്യം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ദേവാലയത്തിൽ പോയി ഇരുന്നുകൊണ്ട് ദൈവമേ നീ ഉന്നതൻ നീ ഉന്നതൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം പറയുന്നു, പോകൂ നിങ്ങൾ അനാഥകളുടെ അടുത്തേക്ക് പോകാൻ നിങ്ങൾ സന്നദ്ധരല്ല. ദൈവമേ നീ മഹാൻ. പോകൂ നിങ്ങൾ ദരിദ്രരുടെ അടുത്തേക്ക് പോകാൻ നിങ്ങൾ സന്നദ്ധരല്ല. ദൈവമേ നീ മഹാൻ. പോകൂ നിങ്ങൾ വിധവകളുടെ അടുത്തേക്ക് പോകാൻ നിങ്ങൾ സന്നദ്ധരല്ല. ദൈവമേ നീ മഹാൻ. പോകൂ നിങ്ങൾ മർദ്ദിതരുടെ അടുത്തേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. പോകൂ നിങ്ങൾ അടിമകളുടെ അടുത്തേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. പോകൂ നിങ്ങൾ അക്രമികളുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. പോകൂ നിങ്ങൾ രോഗികളുടെ അടുത്തേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ നിങ്ങളുടെ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് അറബി മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ്, ദൈവമേ നീ വിശുദ്ധൻ, ദൈവമേ നീ വലിയവൻ, ദൈവമേ നീ നല്ലവൻ. ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഉരുവിടുന്നത് കേട്ടുകൊണ്ട് തന്റെ മഹത്വം ഈ ജനകോടികൾ ഉരുവിടുന്നത് കേട്ടുകൊണ്ട് ആത്മനിർവൃത്തി അടയുക എന്നതാണോ? അങ്ങനെയുള്ള ഒരു വളരെ സാധാരണ എന്നെ നിങ്ങളെയും പോലെയൊക്കെയുള്ള ആളുകളുടെ ഒരു മനോഭാവം. കുറെ ആൾക്കാർ കൂടി ഇരുന്നുകൊണ്ട് പ്രസംഗം ഉഷാറായി അച്ഛൻ നന്നായി പ്രസംഗിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ആത്മനിർവൃത്തി അടയുക, അല്ലെങ്കിൽ സ്വാമിയുടെ പ്രസംഗം ഉഷാറായി. ഇതൊക്കെ നമ്മുടെയൊക്കെ പരിപാടിയാണ്. അച്ഛൻ്റെ സ്വാമിയുടെ എല്ലാവരും പറയുന്നത് ഞങ്ങൾ 3 പേരും ഈ വേദിയിൽ ഒന്നായി ഉണ്ടായിരുന്നു ഞാൻ പറയാം. എന്റെ കാര്യം നിങ്ങൾ പറയുകയാണ് ഉഷാറായി. പക്ഷെ ഞാൻ ഈ പറയുന്നൊന്നും നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ല. നിങ്ങളുടെ മനസ്സിലേക്ക് അച്ഛനപ്പുരയുടെ ബഹുമാനം കയറുന്നില്ല, സാമീയപ്പുരയുടെ ബഹുമാനം കയറുന്നില്ല. പ്രവാചകന്റെ വിമോചനപരമായി ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു ചെറു വിരൽ അനുഭവം നിങ്ങൾ തയ്യാറല്ല. പക്ഷെ നിങ്ങൾ എന്താ പറയുക, നമ്മുടെ പരിപാടി ഉഷാറായി, പ്രസംഗമൊക്കെ ഉഷാറായി എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ വെറും കാപട്യം എന്നതല്ലാതെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. ഇത് തന്നെയാണ് ദൈവം തമ്പുരാന്റെ മഹത്തായ വിമോചനപരമായ കൽപ്പനകൾ അനുസരിക്കാതെ അവന്റെ ആധ്യാത്മികമായ അനുഷ്ഠാനപരമായ പൂജാപരമായ കൽപ്പനകൾ മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് ദേവാലയങ്ങളിൽ ഇരിക്കുന്നവരെ പറ്റിയാണ് യേശുവും പണ്ട് ഇവരെ അടിച്ച് ദേവാലയത്തിൽ നിന്ന് പുറത്തിറക്കണം എന്ന് പറയാൻ കാരണം. ഇവരെ അടിച്ച് പുറത്തിറക്കണം, ചാട്ടവാറെടുക്കൂ, ഇവരെ അടിക്കണം. മഹാനായ ഖത്താബിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു തെരുവിൽ കൂടി നടന്നു പോവുകയാണ്. കുറെ ആളുകൾ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ മന്ത്രം ഉരുവിടുകയാണ്. വിശുദ്ധമായ ഇസ്ലാമിലെ ഏറ്റവും വിശുദ്ധമായ മന്ത്രമാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് എന്ന് അല്ലാഹുവേ നീ വിശുദ്ധനാണ്, അൽഹംദുലില്ലാഹ് അല്ലാഹുവേ സർവ്വസ്തുതിയും നിനക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവേ നീ ഇല്ലാതെ വേറെ ആരുമില്ല, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ. ഏറ്റവും മഹത്തായ ഒരു സൽക്കർമ്മമാണ്. അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ വന്നപ്പോൾ അവർ ഉരുവിടുന്നു, ഉച്ചയ്ക്ക് വന്നപ്പോഴും അവരിങ്ങനെ ഇരിക്കുകയാണ്. ഉമറാണെങ്കിൽ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പോയി ഒരുപാട് മഹത്തായ കാര്യങ്ങൾ നിർവഹിച്ചിട്ടാണ് ഉച്ചപ്രാർത്ഥനയ്ക്ക് മടങ്ങി വരുന്നത്. അപ്പോഴും ഈ കക്ഷികൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ രാമനാമം എന്ന് പറയുന്ന രൂപത്തിലുള്ള ഈ ദൈവനാമം ഇങ്ങനെ കീർത്തനത്തിൽ ഇങ്ങനെ ലയിച്ച് ആ ഒരു ഭക്തിയുടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും വലിയ പുണ്യാളന്മാർ അത്തരം ആളുകളാണ്. അത്തരം ആളുകൾ എവിടെയെങ്കിലും നമ്മൾ അവിടെ പോയി അവരെ ആശീർവാദം വാങ്ങി അവരുടെ അനുഗ്രഹം വാങ്ങി ആ ആശീർവാദം അനുഗ്രഹം വാങ്ങാൻ പോയി അത്തരം ആളുകൾ ഇന്ന് കള്ളസന്യാസിമാരും കപട ദൈവന്മാരും കപട ദൈവങ്ങളും ഒക്കെയായി ഇന്ന് സമൂഹത്തെ അടക്കി വാഴുന്നത്. ഇവരാണ് വിശുദ്ധന്മാർ, ഇവരാണ് പുണ്യാളന്മാർ, ഇവരാണ് ദൈവത്തിന്റെ അടുത്ത ആളുകൾ, ഇവരുടെ പ്രാർത്ഥനയാണ്, ഇവരുടെ ആശീർവാദം ഇവർ തലതൊട്ട് അനുഗ്രഹിക്കാൻ എല്ലാവും എന്നുള്ള തെറ്റിദ്ധാരണയാണല്ലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കപട ആത്മീയതയ്ക്കും ഈ കൃത്രിമമായ തട്ടിപ്പ് ആത്മീയവാദികൾക്കും ജന്മം നൽകിയിരിക്കുന്നത്. അപ്പോ അവരോട് പറഞ്ഞ എന്തെങ്കിലും അല്ല ഞങ്ങളിങ്ങനെ ദൈവനാമം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ ഉച്ചവഴി ഇറങ്ങി പോകുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം വേറെ പണിക്ക് പോയി. അതിനുശേഷമുള്ള സായാഹ്ന പ്രാർത്ഥനയ്ക്ക് വന്നപ്പോഴും ഇവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഒരു സംഘം വലിയ പുണ്യാളന്മാരെ, ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവസ്നേഹികൾ എന്ന രൂപത്തിൽ. അദ്ദേഹം ചോദിച്ചു എന്താ നിങ്ങളോട് ഇരിക്കുന്നത്? അല്ല ഞങ്ങളിങ്ങനെ ദൈവനാമം ഉരുവിടുകയാണ്. അദ്ദേഹം പോട്ടെ, എന്തെങ്കിലും ആട്ടെ, ഒരു ദിവസമല്ലേ പോട്ടെ. വൈകുന്നേരം സന്ധ്യയ്ക്ക് വന്നപ്പോഴും ഒരു രാത്രി വന്നപ്പോൾ അദ്ദേഹം തന്റെ പ്രിയ കൃത്യനോട് പറഞ്ഞു, പോയി എന്റെ ഓഫീസിൽ പോയി നല്ല ഒരു ചാട്ടവാർ എടുത്തുകൊണ്ട് വരൂ, ഇനി അടുത്ത പരിപാടി ഞാനാണ് ഉരുവിടാൻ പോകുന്നത്. ചാട്ടവാറിന്റെ ശബ്ദം കേട്ടപ്പോൾ ബാക്കി എല്ലാവരും മനസ്സിലായി ഒരു ചാട്ടവാർ എടുത്താൽ കിട്ടിയത് തന്നെ. പിറ്റേ ദിവസം മുതൽ ആ മന്ത്രം ഉരുവിടുന്ന പരിപാടി നിർത്തിയിട്ട് സമൂഹത്തെ വിമോചിപ്പിക്കുവാനുള്ള തന്ത്രം ആവിഷ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ നമ്മൾ സാധാരണ പറയാറുള്ളൂ. മന്ത്രം ഉരുവിടുന്നവൻ തന്ത്രിയും തന്ത്രം ഉരുവിടുന്നവൻ മന്ത്രിയും എന്ന ഒരു പ്രയോഗം നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ മന്ത്രം മാറ്റിയിട്ട് തന്ത്രത്തിലേക്ക് മാറുക. എന്തിന്റെ തന്ത്രം? വിമോചനത്തിന്റെ തന്ത്രം. മന്ത്രം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്.
അത് അതിൻ്റെതായ പരിധിയിൽ നിൽക്കേണ്ടത്. വിമോചനപരമായ തന്ത്രത്തിന് ആത്മീയമായ മന്ത്രത്തിന് അടിത്തറ അനിവാര്യമാണ്. ആത്മീയ മന്ത്രത്തിന് അടിത്തറയില്ലാത്ത വിമോചന മന്ത്രം കേവലം ഭൗതികവാദമാണ്. അതിന് നൽകാൻ കഴിയില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്ന് വലിയ കനകത്തിരിപ്പ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന സമയം പരിമിതമാണ്. ആത്മീയ മന്ത്രത്തിന് അടിത്തറയില്ലാത്ത വിമോചന തന്ത്രം എന്ന് പറയുന്നത് വളരെ താൽക്കാലികവും വളരെ ക്ഷിപ്ര സാന്നിധ്യം മാത്രം നൽകുന്നതുമാണ് എന്നതിന് വർത്തമാനകാല ഗതകാല നൂറ്റാണ്ട് വളരെ വലിയ സാക്ഷിയാണ്. എന്നാൽ വിമോചനപരമായ ദൗത്യമില്ലാത്ത ഈ ആത്മീയ മന്ത്രങ്ങൾ കൊണ്ട് ലോകത്ത് മനുഷ്യരാശിക്ക് യാതൊരു പ്രയോജനം കിട്ടുകയില്ല എന്നത് അന്നും ഇന്നും എന്നും നമ്മുടെ മുമ്പിൽ പ്രകടമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ പ്രവാചകന്മാർക്ക് വളരെ മൗലികമായ രണ്ട് ദൗത്യങ്ങൾ ദൈവം തമ്പുരാൻ നിശ്ചയിച്ചു കൊടുത്തു. ഒന്ന്, മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. മറ്റൊന്ന്, മനുഷ്യനെ മനുഷ്യരിലേക്ക് അടുപ്പിക്കുക. മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, മനുഷ്യരെ മനുഷ്യരിലേക്ക് അടുപ്പിക്കുക. ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്ന് വെച്ചാൽ ദൈവത്തെ പറ്റിയുള്ള ബഹുമാനവും സ്നേഹവും ആരാധനയും അനുസരണവും അവന്റെ മനസ്സിൽ ശക്തമായി അടിയുറപ്പിച്ചുകൊണ്ട് അതിൽ അധിഷ്ഠിതമായി തങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിമോചനത്തിന് വേണ്ടി വന്നാൽ തന്റെ ജീവൻ വരെയും ബലിയർപ്പിക്കുക എന്നതിനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. ഇതിനാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ആളുകളെ കൊല്ലാനോ വെട്ടാനോ യുദ്ധത്തിനോ മറ്റുള്ള സമുദായങ്ങളോ കൂട്ടാനോ ഒന്നുമിറങ്ങുന്നതൊന്നുമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വിലക്കപ്പെട്ടിരുന്ന ഒരു കാര്യമായി യുദ്ധം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന രണ്ട് ന്യായങ്ങളാണ്. രണ്ട് ന്യായങ്ങൾ. ഒന്ന്, അവർ ഭയങ്കരമായ അക്രമം ഈ നാട്ടിൽ ഇറങ്ങിവരികയാണ്. ഈ അക്രമങ്ങൾ പരാജയപ്പെടുത്തണമെങ്കിൽ ചില അക്രമികളോട് ഏറ്റുമുട്ടിയേ പറ്റൂ. വിശുദ്ധ ഖുർആനിൽ ബൈബിളിൽ നമുക്ക് ഉദ്ധരിക്കപ്പെട്ട ആ യുദ്ധമാണല്ലോ ദാവൂദ് പ്രവാചകൻ അന്നത്തെ ഗോലിയാത്ത് എന്ന് പറയുന്ന താലൂത്ത് ഗോലിയാത്ത് എന്ന് പറയുന്ന ആ അക്രമിയായ രാജാവിനോട് ദാവൂദ് എന്ന പ്രവാചകൻ ഏറ്റുമുട്ടി. യോദ്ധാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഉപദേശിക്കാനല്ല പോയത്. അദ്ദേഹം അവിടെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ഒരു ബൈബിൾ പ്രഭാഷണം നടത്തുകയല്ല ചെയ്തത്. ദാവൂദ് ഗോലിയാത്തിന്റെ കനാലിലേക്ക് ഫലസ്തീനിലേക്ക് പോയത് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള കേവല ആത്മീയ മന്ത്രങ്ങൾ ചൊല്ലി അദ്ദേഹത്തിന്റെ കാതിൽ ഇങ്ങനെ പാടിക്കേൾപ്പിച്ച് അദ്ദേഹത്തിന് ആത്മനിർഭർ നൽകാൻ വേണ്ടിയല്ല. അദ്ദേഹത്തെ യുദ്ധം ചെയ്ത് ഖുർആൻ പറഞ്ഞു കത്തല ദാവൂദ് ജാലു. ഗോലിയാത്തിനെ കൊന്ന് ദാവൂദാണ്. നമ്മൾ ചരിത്രത്തിൽ വലിയ ഒരു ചൊല്ലുണ്ട്, ഓരോ ഗോലിയാത്തിനും ഒരു ദാവീദുണ്ട് എന്ന്. ഓരോ ഗോലിയാത്തിനും ഒരു ദാവീദുണ്ട്. അഥവാ ഓരോ അക്രമിയെയും പരാജയപ്പെടുത്തുന്ന ഒരു ദാവീദിന് ദൈവം തമ്പുരാൻ ഇന്നല്ലെങ്കിൽ നാളെ ജന്മം നൽകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ ഗോലിയാത്തുമാരും ഏതെങ്കിലും ഒരു ദാവീദിനാൽ തകർക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ദൈവനീതിയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ലോകത്തിലെ പല പ്രദേശങ്ങളിലും ഗോലിയാത്തുമാർ ആയിരക്കണക്കിന് ദാവീദുമാരാൽ സ്ഥാനത്യാഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സ്ഥാനവിഷ്ടരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളൊക്കെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മൗലികമായ വിമോചനപരമായ ദൗത്യം, അതുകൊണ്ടാണ് ലോക നാഗരിക ചരിത്രം എന്ന പുസ്തകത്തിൽ ചോദിക്കുന്നത് യേശുവിനെ പറ്റി ആൾക്കാരൊക്കെ എന്താ പറയുന്നത്? യേശു വളരെ സാധുവായ സ്നേഹപ്രഭാഷണം മാത്രം നടത്തിയ ഒരു പ്രശ്നവുമില്ല എങ്കിൽ അദ്ദേഹം ഗന്ധം ചോദിക്കും, എന്നാ പിന്നെ യേശുവും റോമും തമ്മിലുള്ള പ്രശ്നത്തിന്റെ മർമ്മം എന്താണ്? യേശുവും റോമും തമ്മിലുള്ള പ്രശ്നത്തിന്റെ മർമ്മം എന്താണ്? യേശുവും പുരോഹിതന്മാരും തമ്മിലുള്ള പ്രശ്നത്തിന്റെ മർമ്മം എന്താണ്? യേശുവും ആ കാലഘട്ടത്തിലെ മുതലാളിമാരും തമ്മിലുള്ള പ്രശ്നത്തിന്റെ മർമ്മം എന്താണ്? ഈ മൂന്ന് വിഭാഗവുമായും യേശു മുഖാമുഖം നിന്നു. ഞാനിപ്പോ മുഹമ്മദ് നബിയെ പറ്റി പറയുമ്പോൾ നിങ്ങളെത്തിനാണ് യേശുവിനെ പറ്റി. ഇത് മുഹമ്മദ് നബിയുടെ മാത്രം വഴിയല്ല, ഇത് മോസസിന്റെയും അബ്രഹാമിന്റെയും യേശുവിന്റെയും വഴിയാണ് എന്ന മൗലികമായ സത്യം എന്ന് നമ്മൾ അംഗീകരിക്കുന്നുവോ അന്നേ നമുക്ക് വിശ്വമാനവികമായ കാഴ്ചപ്പാട്, ലോകത്തിലെ എല്ലാ ദർശനങ്ങളെയും ബഹുമാനിക്കാനും ആദരിക്കുവാനുമുള്ള കാഴ്ചപ്പാട്, ലോകത്തിലെ ഈ പറയപ്പെട്ട ഈ മഹാപ്രവാചകന്മാരാൽ നൽകപ്പെട്ട എല്ലാ ദർശനങ്ങളുടെയും മർമ്മം എന്ന് പറയുന്നത് ഒന്നാണ്. പ്രവാചകൻ ഖുർആനിൽ ഞാൻ ഒരു പുതിയ ആശയവുമായി ലോകത്തേക്ക് വന്നവനല്ല. മുഹമ്മദ് നബി പറയുന്നതാണ്, ഞാൻ പുതിയ ഒന്നും പറഞ്ഞിട്ടില്ല. അബ്രഹാം എന്ന് തന്നെ പറഞ്ഞോ, മോസസ് എന്ന് പറഞ്ഞോ, യേശു എന്ന് പറഞ്ഞോ, സോളമൻ എന്ന് പറഞ്ഞോ, ദാവീദ് എന്ന് പറഞ്ഞോ, യാക്കോബ് എന്ന് പറഞ്ഞോ, ലൂത്ത് എന്ന് പറഞ്ഞോ, സഖരിയ എന്ന് പറഞ്ഞോ, യഹിയ എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നോഹ എന്ന് പറഞ്ഞോ, ആദം എന്ന് പറഞ്ഞോ, അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയതായി ഒന്നും എനിക്ക് നിങ്ങൾക്ക് നൽകുവാനില്ല, ഒന്നും നൽകുവാനില്ല. അപ്പൊ ഇവിടെ ഈ മഹത്തായ എന്തുകൊണ്ട് യേശുവിന് പുരോഹിതന്മാരുമായി മുഖാമുഖം നിൽക്കേണ്ടി വന്നു? ചൂഷണം വർഗമായ പുരോഹിതന്മാർ നമുക്കറിയാമല്ലോ. എല്ലാ വിഭാഗത്തിലും വളരെ വിശുദ്ധന്മാരുമുണ്ട്, വളരെ കച്ചവടക്കാരിൽ വിശുദ്ധന്മാരും ചൂഷകന്മാരുണ്ട്. ആ കാലഘട്ടത്തിലെ പൗരോഹിതന്മാരിൽ ചൂഷക വർഗത്തിനായിരുന്നു മേധാവിത്വം ഉണ്ടായിരുന്നത്. പൗരോഹിത്യ സംവിധാനത്തിന്റെ അധികാരം ആ പൗരോഹിത്യ ശൃംഖലയിൽ ചൂഷകന്മാരുടെ കയ്യിലായിരുന്നു. വമ്പൻ മുതലാളിമാരുണ്ടായിരുന്നു. യേശു പറഞ്ഞല്ലോ, ഈ പണക്കാരെ
പൊൻവാണിഭക്കാർ പൊൻവാണിഭമാണോ പെൺവാണിഭമാണോ എന്ന് ചില ആൾക്കാരൊക്കെ സംശയം ചോദിക്കാറുണ്ട്. ഈ പൊൻവാണിഭക്കാരെ, ഇന്നത്തെ ഭാഷയിൽ ഈ പെൺവാണിഭക്കാരെ ഈ ദേവാലയത്തിൽ നിന്നും അടിച്ചു പുറത്താക്കണം. റോമാ സാമ്രാജ്യവുമായി എന്തിനാണ് യേശുവിന്റെ പ്രശ്നം? റോമാ സാമ്രാജ്യവുമായി എന്തുകൊണ്ട് യേശുവിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നേരത്തെ പറയുന്ന പുസ്തകം, അത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പബ്ലിഷ് ചെയ്ത പുസ്തകം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളത്തിലേക്ക് ഉയർത്തി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിൽ പറയുന്നു, അതാത് കാലഘട്ടത്തിലെ കേവല മതം എന്ന് പറയുന്നത് പ്രവാചക പാരമ്പര്യത്തിൽ നിന്നും സൃഷ്ടിച്ചു പോയ ന്യൂനീകരിക്കപ്പെട്ട ആ മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ രാജാക്കന്മാരുടെ മുമ്പിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന ഒരു മതമായിരുന്നു. യേശു വന്നുകൊണ്ട് ഈ മതത്തെ, യേശുവിന്റെ ദൈവികമായ ദർശനത്തെ യഥാർത്ഥത്തിൽ ഈ പൗരോഹിത്യത്തിന്റെ അന്ധവിശ്വാസ അനാചാരാധിഷ്ഠിതമായ മതവിശ്വാസത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും മാത്രം മോചിപ്പിച്ചാൽ പോരാ. മുതലാളിമാരുടെ ഈ കൊള്ളപ്പലിശയിൽ നിന്നും, ഈ വട്ടിപ്പലിശയിൽ നിന്നും, ഈ ചൂതാട്ടത്തിൽ നിന്നും, ഈ കള്ളക്കച്ചവടത്തിൽ നിന്നും, ഈ തട്ടിപ്പിൽ നിന്നും മാത്രം മോചിപ്പിച്ചാൽ പോരാ. അന്നത്തെ റോമാ സാമ്രാജ്യത്തിന്റെ അനീതിയാകുന്ന അക്രമ നിയമങ്ങളുടെ മർദ്ദന, ഭരണകൂടത്തിന്റെ മർദ്ദനത്തിലൂടെ ജനങ്ങളെ മോചിപ്പിക്കണമെങ്കിലേ മോചനം സമ്പൂർണ്ണമാകൂ എന്ന് സിദ്ധാന്തിച്ചതാണ് ചരിത്രത്തിലെ ഒരു പ്രവാചകനും ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാരുമായിട്ടോ, ആ കാലഘട്ടത്തിലെ മുതലാളിമാരുമായിട്ടോ, ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരുമായിട്ടോ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതിരുന്നത് എന്ന വളരെ സുപ്രധാനമായ ഈ ഒരു ദൗത്യമാണ്. ഇതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് മുഹമ്മദ് നബി മദീനയിൽ പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ വിനിയോഗിച്ചത്. ജീവിതത്തിന് ഏതെല്ലാം രംഗത്ത് കഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു, അവരെ എല്ലാവരുടെയും വിമോചനമാണ്. അതുകൊണ്ട് എല്ലാവർക്കും തങ്ങളുടെ വിമോചനം. അടിമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോന്നി ഇദ്ദേഹം തങ്ങളുടെ വിമോചകനാണ്. അടിമത്വം എന്നുള്ള കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അടിമത്വം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടിമകളുടെ മോചനത്തിന് ഇവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉന്നസിക്കാൻ ഒരുപക്ഷെ എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഒരുപാട് പറയാൻ എനിക്കുണ്ട്. വളരെ അധികം പറയാനുണ്ട്. സമയത്തിന് വേണ്ടി ഞാൻ അതിൽ കിടക്കുന്നില്ല. വിധവകളെ സംബന്ധിച്ച് അവരുടെ വിമോചകനായിരുന്നു. ദരിദ്രരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിമോചകനായിരുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുടുങ്ങിക്കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിമോചകനായിരുന്നു. തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ വിമോചകനായിരുന്നു. മർദ്ദിതരെ സംബന്ധിച്ചിടത്തോളം മർദ്ദിതരുടെ വിമോചനമായിരുന്നു. ഏതെല്ലാം അർത്ഥത്തിൽ ജനങ്ങൾ നേരത്തെ പറഞ്ഞ മദ്യപാനം, ചൂതാട്ടം, പലിശ, ഇങ്ങനെയുള്ള എല്ലാ അധർമ്മങ്ങളിലും മുഴുകി അതിന്റെ ഇതിന് വിധേയമായിട്ടുള്ള ആളുകളായിരുന്നു. അവരെ മുഴുവനും അതിൽ നിന്ന് മോചിപ്പിച്ചെടുത്തും അദ്ദേഹമാണ്. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ അതിന്റെ മർമ്മം മാത്രം പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ഈ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു വിമോചന പോരാട്ടം നടത്തി അവസാനം അദ്ദേഹം ആ പ്രദേശത്തെ സ്വേച്ഛാധിപത്യത്തിൽ അടക്കി വാണുകൊണ്ടിരുന്ന പേർഷ്യൻ റോമൻ സാമ്രാട്ടുകളുടെ കൂടി മോചനത്തിൽ നിന്നും ഈ ജനങ്ങൾ മോചിപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ മനുഷ്യവർഗത്തിന് വിമോചനം പൂർണ്ണമാകൂ എന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു വ്യക്തി അവന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന അന്ധവിശ്വാസത്തിൽ നിന്ന് വിമോചനം നേടണം. ചില ആൾക്കാർ ചിന്തിച്ചേക്കാം, ഒരാളുടെ മനസ്സിൽ അന്ധവിശ്വാസം നമുക്കെന്താ. പക്ഷെ പ്രശ്നമതല്ല. നിങ്ങൾ ഒരു വ്യക്തി അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടാൽ ഒരുപാട് അബദ്ധങ്ങൾ നിങ്ങൾ ചെയ്യും, ഒരുപാട് ചൂഷണത്തിൽ നിങ്ങൾ ഇരയാവും, ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കും. ഈ അന്ധവിശ്വാസങ്ങളാണ് പലപ്പോഴും പല ആത്മീയമായ പ്രയാസങ്ങൾക്കും നിങ്ങൾക്ക് കാരണമായിട്ട്. അപ്പൊ നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങളെ വിമോചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ചേ പറ്റൂ. മദ്യപാനം, നിങ്ങൾ മദ്യപാനിയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കും. നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ മദ്യപാനിയാവുന്ന നിങ്ങളെ മദ്യത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കണം. നിങ്ങൾ പലിശയിൽ മുങ്ങിട്ടാണ് മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പലിശയിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കാൻ എനിക്ക് കഴിയണം. അപ്പൊ ഏതെല്ലാം അർത്ഥത്തിൽ നിങ്ങൾ ദാരിദ്ര്യത്തിൽ അകപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ദാരിദ്ര്യത്തിൽ നിങ്ങളെ മോചിപ്പിക്കാൻ എനിക്ക് കഴിയണം. നിങ്ങളൊരു വിധവയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ എനിക്ക് കഴിയണം. നിങ്ങളൊരു ഒരു മർദ്ദിതനാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ എനിക്ക് കഴിയണം. അപ്പൊ എല്ലാ അർത്ഥത്തിലും മനസ്സിന്റെ ഉള്ളിലെ അന്ധവിശ്വാസം മുതൽ രാഷ്ട്രത്തിലെ അക്രമികളായ രാജാക്കന്മാരുടെ മർദ്ദക ഭരണകൂടത്തിൽ നിന്നുവരെയും ഒരു മനുഷ്യൻ മോചനം നേടി അവസാനത്തെ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞെന്ന് ഞാൻ അതുകൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. അവസാനത്തെ നേരത്തെ നമ്മുടെ സ്വാമി ഉദ്ധരിച്ച ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, നിങ്ങൾ എല്ലാവരും ലോകത്ത് തുല്യന്മാരാണ്. لا فضل لعربي على عجمي ولا لعجمي على عربي ولا لأسود على أبيض ولا لأبيض على أسود. നിങ്ങൾക്ക് അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ചരിത്രത്തിൽ എന്നും മനുഷ്യവർഗത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നിന്ദ്യമായ ഒരു സമീപനമാണ് വർണ്ണവിവേചനം എന്ന് പറയുന്നത്. വേറെ ഏത് വിവേചനവും നമുക്ക് ചെറുക്കാം. ഇത് അവന്റെ ആത്മാഭിമാനം, ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ആത്മാഭിമാനത്തെയാണ്, അതിന്റെ നെറുകയാണ് ഈ വംശവര്യന്മാർ കാലെടുത്ത് വെക്കുന്നത്.
എടാ കറുത്ത മനുഷ്യ എന്ന് പ്രവാചകന്റെ സദസ്സിൽ വെച്ച് ഒരു മനുഷ്യനെ വിളിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ പുരാതനമായ തമ്മാടിത്തരം എന്റെ മുമ്പിലും നിങ്ങൾ പുറത്തെടുക്കുകയാണോ? ആരാണ് അവന് കറുത്തവൻ എന്ന് പേരിട്ടത്? നേരിൽ ഒരു കറുത്ത വർഗ്ഗക്കാരനെ കറുത്തവനെ എന്ന് വിളിച്ചുകൂടാ. പിന്നീട് ആ സദസ്സിലാരും ഒരു കറുത്ത വർഗ്ഗക്കാരനെ കറുത്തവനെ എന്ന് വിളിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കറുത്ത വർഗ്ഗത്തോടുള്ള വിമോചനം ഇന്നും ലോകത്ത് പൂർണ്ണമായിട്ടുണ്ടോ? ആധുനിക ലോകത്ത് പൂർണ്ണമായിട്ടുണ്ടോ? അമേരിക്കയിൽ പൂർണ്ണമായിട്ടുണ്ടോ? ഫ്രാൻസിൽ പൂർണ്ണമായിട്ടുണ്ടോ? ഇറ്റലിയിലും ജർമ്മനിലും ബ്രിട്ടനിലും പൂർണ്ണമായിട്ടുണ്ടോ? അപ്പോ ഈ വർണ്ണവിവേചനം എന്ന് പറയുന്നത്, ഈ വംശവിവേചനം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും തീഷ്ണമായ ഒന്നായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ ആദ്യമായി പറഞ്ഞ ഒരു തൊലിവെളുപ്പും കറുപ്പിനും ഒരു പരിഗണനയും എന്റെ മുമ്പിലോ ദൈവത്തിന്റെ മുമ്പിലോ ഇല്ല. അറബിയോ അനറബിയോ എന്ന പരിഗണനയില്ല. നിങ്ങളുടെ രക്തം ദിമാവുക്കും അഴറാദക്കും അമ്പാലക്കും, നിങ്ങളുടെ ഓരോരുത്തരും രക്തം പരമപവിത്രമാണ്. ആരും ആരുടെയും രക്തത്തിന്റെ മേൽ കൈവച്ചുകൂടാ. ആരും ആരുടെയും സമ്പത്തിന്റെ മേൽ കൈവച്ചുകൂടാ. ആരും ആരുടെയും അഭിമാനത്തിന് മേലും കൈവച്ചുകൂടാ. അഭിമാനം എന്ന് പറയുന്നത് മനുഷ്യ അസ്തിത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അവന്റെ സമ്പത്തിനേക്കാൾ അവന്റെ ജീവനേക്കാൾ ഏറ്റവും. അതുകൊണ്ടാണ് ചിലപ്പോൾ ആത്മാഭിമാനത്തിന് നമ്മൾ സമ്പത്ത് വിലയിരുത്തിക്കാൻ തയ്യാറാവും, ആത്മാഭിമാനത്തിന് ജീവൻ വിലയിരുത്തിക്കാൻ തയ്യാറാവും. ജീവൻ സംരക്ഷിച്ചുകൊണ്ട് അഭിമാനം ബലി കൊടുക്കാൻ നമ്മൾ തയ്യാറാവില്ല. അപ്പൊ അതുകൊണ്ടാണ് പ്രവാചകൻ ആദ്യം ഊന്നി പറഞ്ഞത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. അപ്പൊ ഈ അർത്ഥത്തിലുള്ള പ്രവാചക അധ്യാപനങ്ങളുടെ വായന, മുഹമ്മദ് നബിയെ പറ്റിയുള്ള ഈ വായന, ചരിത്രത്തിൽ കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരെ പറ്റിയുള്ള ഈ വായന, ഭാരതത്തിൽ കടന്നു വന്നിട്ടുള്ള ശ്രീരാമനെയും കൃഷ്ണനെയും പോലുള്ള മഹാന്മാരായ ശിവന്മാരെ പറ്റിയും വലിയ മഹാവ്യക്തിത്വങ്ങളെ പറ്റിയുള്ള ഇരുപത്തുള്ള വായന, യൂറോപ്പിൽ കടന്നു വന്നിട്ടുള്ള ചരിത്രത്തിൽ കടന്നു വന്നിട്ടുള്ള നവോത്ഥാന നായകന്മാരെ പറ്റി ഈ അർത്ഥത്തിലുള്ള ഒരു വായന, ഇവരെയൊക്കെ നമ്മൾ മതത്തിന്റെ ചട്ടക്കൂടിൽ, ആധ്യാത്മികതയുടെ ചട്ടക്കൂടിൽ, ദേവാലയങ്ങളുടെ ചട്ടക്കൂട്ടിലേക്ക് ഒതുക്കി അവരെയൊക്കെ ഇങ്ങനെ ബഹുമാനിച്ചു പോവുക എന്നതാണ്. എങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേരത്തെ പറഞ്ഞ ഭക്തൻ ദൈവത്തെ ബഹുമാനിക്കുന്നതുമായ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ കപടമായ ബഹുമാനം ഇതായിരിക്കും. പ്രവാചകന്മാർ പഠിപ്പിച്ചതല്ല. മനുഷ്യവർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി പൊരുതുക. ഒരുപാട് വേദവചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. പ്രവാചകന്റെ ഒരുപാട് വചനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ 10 വർഷത്തെ നേരത്തെ പറഞ്ഞ മദീന ജീവിതം എന്ന് പറയുന്നത് വിമോചന ദൗത്യത്തിൽ ധീരോദാത്തമായ പോരാട്ടമായിരുന്നു. ധീരോദാത്തമായ പോരാട്ടം. ഏതെല്ലാം രൂപത്തിൽ മനുഷ്യനെ ചൂഷണം ചെയ്തിരുന്നു ആ ശക്തികൾക്കെതിരെ ഒക്കെ അദ്ദേഹം എഴുതി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്തിന് എടുത്ത് നോക്കുക. ഒരു കാര്യങ്ങൾ പറഞ്ഞ അവസാനം ഇന്ന് ലോകം നമ്മൾ പരിശോധിച്ച് നോക്കുക. ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ഈ പ്രവാചകന്മാരെ പറ്റി ആരെങ്കിലും ഇന്ന് ലോകത്ത് രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്? അവരൊക്കെ എല്ലാവരും നല്ലവരാണ്, യോഗ്യന്മാരാണ്, പ്രവാചകന്മാർ നല്ലവരാണ്. പക്ഷെ മുഹമ്മദിന്റെ കാര്യം വരുമ്പോൾ വളരെ രൂക്ഷമായ വിമർശനം. ശരിയോ തെറ്റോന്നല്ല ഞാൻ പറയുന്നത്. ഏതെല്ലാം രൂപത്തിൽ നബി വിമർശിക്കപ്പെടുന്നു? ആ നബി വിമർശനത്തിന്റെ പേരിലാണല്ലോ നമ്മുടെ സമീപകാലത്തുണ്ടായ സൽമാൻ റുഷ്ദിയുമായി ബന്ധപ്പെട്ട ജയ്പൂർ ഫെസ്റ്റിവൽ വലിയ വിവാദമായി മാറി. സൽമാൻ റുഷ്ദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പ്രവാചകനെയും പ്രവാചകന്റെ വ്യക്തിയെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. വലിയ ഒരു സാമുദായിക പ്രശ്നമായി ലോകത്തിലെ പ്രബല സമുദായങ്ങളിടയിൽ സാമുദായിക പ്രശ്നത്തിലേക്ക് ഒരു വളർന്നു വരുന്ന രൂപത്തിലേക്ക് ഈ പ്രവാചകനെ അവതരിപ്പിക്കുന്ന സമീപനങ്ങളിലുള്ള പ്രശ്നങ്ങൾ മാറുകയുണ്ടായി സമീപകാലഘട്ട ലോകത്തിൽ. മറുഭാഗത്ത് പ്രവാചകന്റെ ജീവിതത്തെ ഈ സാമൂഹികമായ ഈ ആംഗിളിൽ കൂടി പഠിക്കുന്ന പ്രവണതയും മറ്റു വേറൊരു വ്യക്തിയെ പറ്റി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവാചകനെ പറ്റി പഠിക്കുന്ന പഠനങ്ങൾ, ഈ രൂപത്തിലുള്ള പഠനങ്ങളാണ് കൂടുതൽ. എന്തുകൊണ്ട് ഈ പ്രവാചകൻ ഈ ഇരുതലയുള്ള ഈ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു? എന്തുകൊണ്ട് ഈ രൂപത്തിലുള്ള അന്വേഷണങ്ങൾക്ക് വിധേയമാകുന്നു? എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ ലോകപ്രശസ്തമായ ഗ്രന്ഥത്തിലെ മൈക്കൽ ഹാർട്ടിന്റെ പ്രസിദ്ധമായ വചനമുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഈ സംയോജനം, സമർത്ഥമായ സംയോജനം, അൽ ഇംതിസാജ് ബൈന റൂഹി വൽ മാദ്ദ, അൽ ഇംതിസാജ് ബൈന റൂഹി വൽ മാദ്ദ, അൽ ഇംതിസാജ് ബൈന അൽ ഫർദി വൽ മുജ്തമഅ, അൽ ഇംതിസാജ് ബൈന ദീൻ വസിയാസ. ഈ പരസ്പരമുള്ള ഈ സമന്വയം, മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും സമന്വയം, വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സമന്വയം, വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സമന്വയം, ആത്മീയതയും ഭൗതികതയും സമന്വയം. ഈ സമന്വയമാണ് ആത്മീയ രംഗത്ത് ദൈവത്തോടുള്ള ആ സ്നേഹവും ആദരവും നിലനിർത്തുന്ന ആധ്യാത്മികമായ പ്രവർത്തനങ്ങൾ. സാമൂഹിക രംഗത്ത് ദൈവത്തിന്റെ ദാസന്മാരോടുള്ള സ്നേഹത്തിന്റെ താല്പര്യമായ വിമോചനപരമായ പ്രവർത്തനങ്ങൾ. ഈ രണ്ടും പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ധീരോദാത്തമായ പോരാട്ടത്തിൽ അദ്ദേഹം പൊരുതിയത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് അദ്ദേഹം വിമർശിക്കപ്പെടുന്നതും ലോകത്ത് അദ്ദേഹം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതും. ഈ ധീരോദാത്തമായ 11 യുദ്ധങ്ങൾ അദ്ദേഹം നടത്തി. ഒരു രാഷ്ട്രത്തെ ഒന്നരങ്ങും അദ്ദേഹം മോചിപ്പിച്ചു. ഒരു വലിയ ഒരു നാഗരിക രാഷ്ട്രം കെട്ടിപ്പടുത്തു. ഒരു നഗര രാഷ്ട്രം ചരിത്രത്തിൽ ആദ്യമായി കെട്ടിപ്പടുത്തു. ആ രാഷ്ട്രത്തിന്റെ മുമ്പിൽ പേർഷ്യൻ സാമ്രാജ്യം പരാജയപ്പെട്ടു പോയി. ഈ രൂപത്തിലൊക്കെ പ്രവാചകന്റെ വിമോചനത്തിൽ പോയിട്ട് കൊണ്ടാണ് ലോകത്ത് വിമർശിക്കപ്പെട്ടത്.
അറിയപ്പെടാൻ കാരണം. അപ്പൊ ഞാൻ പറയുന്നതാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് പ്രവാചകന്റെ വ്യക്തിത്വത്തെ പറ്റി, ചരിത്രത്തിലെ എല്ലാ പ്രവാചകന്മാരെ പറ്റിയും നിങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾ, ഈ ആത്മീയ ഭൗതിക വിമോചന സമന്വയത്തിന്റെ ആംഗിളിൽ കൂടി ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരെയും പഠിച്ചുകൊണ്ട് ആ മാർഗം പിൻപറ്റിക്കൊണ്ട് ഒരു ഭാഗത്ത് എല്ലാ പ്രവാചകന്മാരെയും ഒരു അധ്യാപനങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, മറുഭാഗത്ത് പ്രവാചകന്മാർ പഠിപ്പിച്ച ആത്മീയമായ വിമോചനം, സാമൂഹികമായ വിമോചനം, ഈ രണ്ട് ദൗത്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ലോകത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇത് മതത്തിന്റെ അനുയായികൾ കൈയൊഴിഞ്ഞതാണ് ഇന്ന് ലോകം ഇത്ര നശിക്കാൻ കാരണം. എന്തുകൊണ്ട് ലോകം ഇങ്ങനെ നശിച്ചു? ഒന്നുമല്ല, മതവിശ്വാസികളാണ് ഈ ലോകത്തെ തകർത്തത്, വേറെ ആരുമല്ല. കമ്മ്യൂണിസത്തിന്റെ ആളുകളോ ക്യാപിറ്റലിസ്റ്റിന്റെ ആളുകളോ ഒന്നുമല്ല ഈ ലോകത്തെ തകർത്തത്. ഈ ലോകത്തെ ഈ കോലത്തിൽ നായിക്കും കൊള്ളാത്ത രൂപത്തിലാക്കി തീർത്തത് മതവിശ്വാസികളാണ്. എന്ന് വെച്ചാൽ സാധാരണ ഭൗതികന്മാർ പറയുന്ന മാതിരി മതവിശ്വാസികൾ തമ്മിലടിച്ച് പുരോഹിതന്മാരെ ഏറ്റുമുട്ടി ഹിന്ദു സേവനം തമ്മിൽ അതൊന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ലോകത്തുള്ള മതവിശ്വാസികൾക്ക് ഒരു മൗലികമായ ദൗത്യമുണ്ട്. തങ്ങളുടെ പ്രവാചകന്മാരുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്ത് അധർമ്മം കടത്തിവിടാൻ ആര് എന്തിന്റെ പേരിൽ ശ്രമിച്ചാലും അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഒരു ബാധ്യത ലോകത്തെ മതവിശ്വാസികൾക്കുണ്ടായിരുന്നു. ആ ബാധ്യത മതവിശ്വാസികൾ ഭൗതിക രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുത്തു എന്നാണ് ഞാൻ പറയുക. ഭൗതിക രാഷ്ട്രീയക്കാർക്ക് ആത്മീയത്തിന് അടിത്തറയില്ലാത്ത ആളുകൾക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ രംഗം കൈവഴിഞ്ഞ് അവർക്ക് കൊടുത്തു. അങ്ങനെയാണ് മതവിശ്വാസികൾ ഈ ലോകം നശിപ്പിക്കുവാൻ മറ്റുള്ളവർക്ക് ഒഴിഞ്ഞു കൊടുത്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ഈ സമന്വയത്തിന്റെ മാർഗത്തിലേക്ക് പോയി നമ്മൾ ഈ അർത്ഥത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു മാനവികമായ ഒരു സമന്വയ ചിന്താഗതി നിങ്ങളുടെ മനസ്സിലും വളർന്നു വരട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞത് 9:10 5 മിനിറ്റ് കൂടി പോയി ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ യോഗത്തിൽ ഇവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്, കുട്ടികളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട സ്വാമിക്കും ഫാദറിനും ബാക്കി എല്ലാവർക്കും എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേകമായ ആശംസയും നന്ദിയും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് ഇത്തരമൊരു മഹത്തായ സമയം മുൻകൈയെടുത്ത ഈ സ്ഥാപനത്തെ വിദ്യാർത്ഥി ഈ സംവിധാനത്തിന് എല്ലാ ഭാവങ്ങളും നിർത്തുകൊണ്ട് നമുക്ക് ഈശ്വരാനുഗ്രഹം ജീവിതത്തിൽ എല്ലാ രംഗത്തും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.